ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാബു പറഞ്ഞു, എൻ്റെ അമ്മയുടെ മകളുടെ അച്ഛൻ്റെ സഹോദരിയാണ് അവർ. ആ സ്ത്രീ ബാബുവിൻ്റെ ആരാണ്? അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ബാബുവിൻ്റെ ആരായിരിക്കും? അമ്മായി ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, ഷെയിം എന്നത് 37681 എന്നും റോഡ് എന്നത് 2465 എന്നും കോഡ് ചെയ്താൽ അതേ ഭാഷയിൽ ഹിയർ എന്ന് എങ്ങനെ കോഡ് ചെയ്യാം? അപ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മതി. ഷെയിമിൽ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 7 ആണ്. സോ ഹിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് എന്തായിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എയും ആവാം ബിയും. നെക്സ്റ്റ് ഇ ആണ്. ഷെയിമിൽ ഇക്ക് കറസ്പോണ്ടിങ് ആയി കൊടുത്തിരിക്കുന്നത് 1 ആണ്. സോ ഹിയറിൽ എന്തായിരിക്കും? സെക്കൻഡ് 1 ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അതുകൂടി നമുക്ക് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഹിയറിലെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. ഷെയിമിലും റോഡിലും എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 6 ആണ്. അതേപോലെ 6, റോഡിൽ 6 എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. 7162 ആയിരിക്കും ആൻസർ. നെക്സ്റ്റ്, അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നിടത്ത് എന്താ വരിക എന്നാണ്. 16218നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 42319 ആയിരിക്കും ആൻസർ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ലീന മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ടും ഇന്ദു മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ വടക്കോട്ടും ഒരു സ്ഥലത്ത് നിന്ന് രാവിലെ 8 മണിക്ക് കാർ ഓടിച്ചു പോയി. 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ചുരുങ്ങിയ അകലം എത്രയായിരിക്കും? ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ലീന എന്ന് പറയുന്നത് 40 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ആ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പൈത്തഗോറസ് തിയറിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ലീന എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആണ്. അതേപോലെ ഇന്ദു 30 km/h ആണ്. നമ്മളതിനെ അതായത് ലീന പോകുന്നത് ഈസ്റ്റിലേക്കും ഇന്ദു പോകുന്നത് വടക്ക്, അതായത് നോർത്തിലേക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഇത് വെച്ച് ഡയറക്ഷൻ വെച്ച് പറയുമ്പോൾ നമുക്കിതിങ്ങനെ കാണിക്കാൻ പറ്റും. ടൈം എന്ന് പറയുന്നത് 2 hour ആണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അതായത് നമ്മുടെ ഏറ്റവും മിനിമം അകലം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് പൈത്തഗോറസ് തിയറം. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സോ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലീനയുടെ ആണെങ്കിൽ അതായത് ആ ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം, അതായത് 40 km/h ഇൻറ്റു 2 hour ചെയ്യുമ്പോൾ 80 km എന്ന് കിട്ടും. അതേപോലെ ഇന്ദുവിൻ്റെയും ചെയ്യുന്ന സമയത്ത് 60 km എന്ന് കിട്ടും. നമ്മളിത് പൈത്തഗോറസ് തിയറം വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 100 km എന്നായിരിക്കും ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ എ ആയിരിക്കും അവർ തമ്മിലുള്ള മിനിമം അകലം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ. തീയതി കലണ്ടർ ആണെങ്കിൽ സമയം എന്താണ് വരിക എന്നാണ്. അതെന്തായിരിക്കും? ക്ലോക്ക് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ.